Hello everyone, welcome to our channel. Today I am going to discuss regarding some useful phrases for your OET speaking subtest. നമ്മുടെ ഒ ടി സ്പീക്കിംഗ് സബ് ടെസ്റ്റിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് ഫ്രേസസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഒ ടി സ്പീക്കിംഗ് സബ് ടെസ്റ്റിൽ നമ്മൾ എഫക്റ്റീവായിട്ടൊരു കോൺവെർസേഷൻ കൊടുക്കുന്നത് ഓൺ ദി ബേസ് ഓഫ് അവർ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ആസ് വെൽ ആസ് ഓൺ ദി ബേസ് ഓഫ് അവർ given tasks on your role play card അല്ലേ. സോ നമ്മൾ കുറേ വെൽ പ്രാക്ടീസ് ആയിട്ട് നന്നായിട്ട് സംസാരിക്കുന്നതിൽ മാത്രമല്ല നമ്മുടെ പേഷ്യൻറ്റിന് ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ടടുത്ത് ക്ലാരിഫിക്കേഷൻസ് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെയും നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ വെല്ലായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് പോയെങ്കിൽ മാത്രമാണ് അവിടെ ഒരു എലൈവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കോൺവെർസേഷൻ നടക്കുന്നത് അല്ലേ. സോ അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമ്മുടെ സ്പീക്കിങ്ങിൻ്റെ ഒരു സ്കോറും പോകുന്നത് അല്ലേ. സോ അതുകൊണ്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന കുറേ യൂസ്ഫുൾ ഫ്രേസസ് നമ്മളെ ഒ ടി സ്പീക്കിംഗ് സബ് ടെസ്റ്റിലെ വെറൈറ്റി ഓഫ് ആസ്പെക്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് അവർ ടോപ്പിക് ടുഡേ. ഫസ്റ്റ് ഫ്രേസസ് ഓൺ ഹൗ ടു എംപതൈസ് യുവർ പേഷ്യൻറ്റ്. നിങ്ങളുടെ പേഷ്യൻ്റ് ഒരു എംപതി എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, അതായത് അദ്ദേഹം ഇപ്പോൾ ഫീൽ ചെയ്യുന്ന ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഫീൽ ചെയ്യുന്ന ആ ഒരു പെയിൻ അതെനിക്ക് നന്നായിട്ട് മനസ്സിലായി കേട്ടോ, എനിക്കത് ഫീൽ ചെയ്തു എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ഒരു എംപതി എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രേസസ് ആണ്. The first point is, I can see that you are so upset. അതായത് അയ്യോ എനിക്ക് നിങ്ങൾ എത്ര വറീഡാണ് എന്ന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ, എനിക്കത് ഫീൽ ചെയ്തു. സെക്കൻഡ് പോയിന്റ് ഇസ്, as I listen to you, it makes me feel. As I listen to you, it makes me feel. നിങ്ങൾ പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ നിങ്ങളുടെ ആ ഒരു ഫീൽ എന്താണ് എന്ന് എനിക്ക് കിട്ടി കേട്ടോ, എനിക്കത് ഫീൽ ചെയ്യാൻ സാധിച്ചു. ആ ഒരു എക്സ്പ്രഷനാണ് നമ്മൾ ഈ ഒരു ഫ്രേസിൽ ഉദ്ദേശിക്കുന്നത്. ആസ് ഐ ലിസൺ ടു യു ഇറ്റ് മേക്സ് മീ ഫീൽ. ഓക്കെ, നെക്സ്റ്റ് ഇസ്, ഐ ഫീൽ സാഡ് ടു ഹിയർ ദാറ്റ് യു എക്സ്പീരിയൻസ്ഡ് ദിസ്. ഐ ഫീൽ സാഡ് ടു ഹിയർ ദാറ്റ് യു എക്സ്പീരിയൻസ്ഡ് ദിസ്. നിങ്ങൾ ഇതുപോലൊരു പെയിൻഫുൾ സിറ്റുവേഷനിലൂടെയാണോ കടന്നു പോയത്, ഇങ്ങനെ നിങ്ങൾ എക്സ്പീരിയൻസ് ഇത്ര പെയിൻഫുള്ളായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തിരുന്നോ നിങ്ങൾ? അതെനിക്ക് മനസ്സിലായി കേട്ടോ, എനിക്കതിൽ ഓർത്ത് വിഷമമുണ്ട് എന്നല്ല നിങ്ങൾ പറയേണ്ടത്, എനിക്കത് മനസ്സിലായി കേട്ടോ എന്നുള്ള ആ ഒരു എംപതിയാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ഈസ്, ഐ ക്യാൻ ഫീൽ യുവർ പെയിൻ. യെസ്, നിങ്ങളുടെ ആ ഒരു പെയിൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ, എനിക്ക് ഫീൽ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ എന്നുള്ളതാണ്. ഐ ക്യാൻ ഫീൽ യുവർ പെയിൻ. Okay, next is, I understand what you are feeling now. I understand what you are feeling now. നിങ്ങൾക്കിപ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്, നിങ്ങളുടെ ആ ഒരു പെയിൻ എത്രയാണ് എന്ന് എനിക്കത് മനസ്സിലായി കേട്ടോ, എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, എനിക്കത് അണ്ടർസ്റ്റാൻഡ് ആയി. ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ ഫീലിംഗ് നൗ. Okay, so these are some phrases to express your empathy to your respective patient. Okay, second is confirming with your patient's knowledge. So what it means with this title is, when you are giving your role play card, there is a task given as to explain regarding this surgery. അവിടെ ഒരു explain എന്നുള്ളൊരു ഫങ്ഷണൽ വേർബ് നിങ്ങളുടെ ഗിവൻ ടാസ്കിൽ തന്നിട്ടുണ്ട് എങ്കിൽ അവിടെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്, ബിഫോർ സ്റ്റാർട്ടിങ് വിത്ത് യുവർ എക്സ്പ്ലനേഷൻ യു ഹാവ് ടു അസസ് യുവർ പേഷ്യൻസ് പ്രീവിയസ് നോളജ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ പേഷ്യൻ്റ് ഒരു സർജറിക്ക് വേണ്ടി വന്നതാണ്. അപ്പോൾ ആ സർജറിയെ പറ്റി പേഷ്യൻ്റ് വളരെ ആൻഷ്യസ് ആണ് അല്ലെങ്കിൽ ടെൻസ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ടെൻഷന് റിലീവ് ചെയ്യുന്നതിന് വേണ്ടി ആ സർജറി എന്താണ്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഈ സർജറി ചെയ്യുന്നതാണ് ഒരു ബെറ്റർ ഓപ്ഷൻ എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾക്ക് പേഷ്യൻറ്റിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഗിവൻ ടാസ്ക് ആയിട്ട് ടു എക്സ്പ്ലെയിൻ റിഗാർഡിങ് ദ സർജറി എന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ പേഷ്യൻ്റെ പ്രീവിയസ് നോളജ് എത്രയെന്ന് അസസ് ചെയ്യുക. അസസ് ചെയ്യുമ്പോൾ ഈ ഫ്രേസ് വരുന്നത്, എൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, അസസ് ചെയ്യുമ്പോൾ പേഷ്യനോട് ചോദിക്കണം, ഹാവ് യു എവർ ഹേർഡ് അബൌട്ട് ദിസ് വേർഡ്? നിങ്ങൾ ഈ ഒരു സർജറിയെ പറ്റി മുമ്പ് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പേഷ്യൻ്റ് പറയും, യെസ് സിസ്റ്റർ, ചിലപ്പോൾ പറയും, ഐ ഹാവ് നോ ഐഡിയ സിസ്റ്റർ, ഐ നെവർ ഹാഡ് അബൌട്ട് ദിസ് എന്നായിരിക്കും പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിലും നിങ്ങൾ എക്സ്പ്ലനേഷൻ കൊടുക്കണം. ഓക്കെ, അല്ലെങ്കിലുള്ള ഒരു റെസ്പോൺസാണ് ഞാനിപ്പോൾ പറയുന്നത്. നിങ്ങളുടെ പേഷ്യൻ്റ് പറയാണ്, യെസ് സിസ്റ്റർ, ഞാനിതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്, എനിക്കറിയാം, എൻ്റെ ഫാമിലിയിൽ ഒരാൾക്ക് മുമ്പ് ഇത് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അല്ലേ പ്രൊസീജിയർ എന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു നോളജ് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ കൊടുക്കേണ്ട ഒരു ബാക്ക് റെസ്പോൺസ് ആണ് ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഫ്രേസസ്. യു ആർ ടോട്ടലി റൈറ്റ്. യു ആർ ടോട്ടലി റൈറ്റ്. യെസ്, നിങ്ങൾ പറയുന്നത് വളരെ ശരിയാണ് കേട്ടോ, കറക്റ്റാണ് എന്ന് പറയുന്നു. നെക്സ്റ്റ് ഇസ്, ഐ ടോട്ടലി എഗ്രി വിത്ത് യു.
ചിലപ്പോൾ പേഷ്യൻ്റ് പറയുകയാണ്, യെസ് ഈ പ്രൊസീജിയറിൽ ഇങ്ങനെയല്ലേ, ഇങ്ങനെ ചെയ്തിട്ടല്ലേ നമ്മളിങ്ങനെ ഫാസ്റ്റിങ് വേണം, അതിന് ശേഷമാണ് ചെയ്യുന്നത്, അങ്ങനെയല്ലേ സിസ്റ്റർ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പറയേണ്ടത് യെസ് ഐ ടോട്ടലി എഗ്രി വിത്ത് യു, യു ആർ വെരി റൈറ്റ് എന്ന് പറയണം, അല്ലെ വെരി കറക്റ്റ്, നിങ്ങൾ പറയുന്നത് വളരെ ശരിയാണ്, ഞാൻ അതിനോട് എഗ്രി ചെയ്യുന്നു കേട്ടോ. നെക്സ്റ്റ് ഇസ് യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ്. യെസ് നിങ്ങൾ പറയുന്നത് വളരെ ശരിയാണ്, ഇങ്ങനെ തന്നെയാണ് ഈ പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്നത് കേട്ടോ എന്ന് പറയുകയാണ്. യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ്. ഓക്കെ, ദെൻ ദ ലാസ്റ്റ് ഇസ് ഐ അപ്രീഷിയേറ്റ് യുവർ നോളജ്. അതെങ്ങനെയാണ് പറയുക? പേഷ്യൻ്റ് ഇത്രയും നിങ്ങൾ ചോദിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനുള്ള ആ ഒരു അറിവ് അദ്ദേഹം നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ പറയുകയാണ്, യെസ് യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ് ആൻഡ് ഐ അപ്രീഷിയേറ്റ് യുവർ നോളജ്. ഓ നിങ്ങൾക്ക് ഇത്രയും അറിയാമല്ലേ, അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. സോ അതിനാണ് നമ്മൾ ഈ ഒരു ഫ്രേസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, so these are the phrases for to confirm your patient's knowledge. ഓക്കെ, നിങ്ങൾ പറയുന്നത് ശരിയാണ് എന്നുള്ള ഒരു ബാക്ക് റെസ്പോൺസ് നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ഫ്രേസസ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, then coming to encouraging your patient. ഓക്കെ, encouraging your patient. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഫ്രേസസ് എന്ന് പറയുന്നത്, you will feel much better if you follow my suggestions. അല്ലെങ്കിൽ സജഷൻ. ഓക്കെ, യു വിൽ ഫീൽ മച്ച് ബെറ്റർ ഇഫ് യു ഫോളോ മൈ സജഷൻ. അതായത് അതെപ്പോഴാണ് നിങ്ങൾ പറയേണ്ടത്? നിങ്ങൾ ഇതിനു മുമ്പ് ഈ ഒരു ഫ്രേസ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ പേഷ്യൻറ്റിന് കുറച്ച് ഹെൽത്ത് സജഷൻസോ അഡ്വൈസോ കൊടുത്തിരിക്കണം. യു പ്ലീസ് ഡു റെഗുലർ എക്സസൈസ്, യു ടേക്ക് യുവർ മെഡിസിൻസ് അറ്റ് കറക്റ്റ് ടൈം എന്നൊക്കെയുള്ള കുറച്ച് അഡ്വൈസ് നിങ്ങൾ കൊടുത്തു എങ്കിൽ അതിനെ നിങ്ങളത് പേഷ്യൻ്റ് അത് ചെയ്യണമെന്ന് നിങ്ങളൊരു എൻകറേജ് കൊടുക്കുകയാണ്. നിങ്ങൾ ആ പേഷ്യൻ്റ് ഒന്ന് എൻകറേജ് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളിവിടെ യൂസ് ചെയ്യേണ്ടത്. യു വിൽ ഫീൽ മച്ച് ബെറ്റർ ഇഫ് യു ഫോളോ മൈ സജഷൻസ്. ഞാൻ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് മച്ച് ബെറ്റർ ആവും കേട്ടോ എന്ന് പറയുകയാണ്. നെക്സ്റ്റ് വൺ, യു ആർ ഷോയിങ് വെരി ഗുഡ് പ്രോഗ്രസ്. ഓ നിങ്ങളിതൊക്കെ ഫോളോ ചെയ്തിരുന്നു അല്ലേ, ഇപ്പം ഞാൻ അസസ് ചെയ്തപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് നല്ല പ്രോഗ്രസ്സിലാണ്, നല്ല ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ള അത് നമ്മൾ പേഷ്യൻറ്റിനെ എൻകറേജ് ചെയ്യണമല്ലേ, അവർ വളരെ ഹാപ്പി ആവും. അപ്പം ഞാൻ ഇനി ഈ അഡ്വൈസ് ഫോളോ ചെയ്യും എന്നുള്ള ആ ഒരു എൻകറേജ് നിങ്ങൾ കൊടുക്കുവാണ്. ഓക്കെ, യു ആർ ഷോയിങ് വെരി ഗുഡ് പ്രോഗ്രസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, യുവർ പ്രസൻറ്റ് സിറ്റുവേഷൻ ഈസ് വെരി മച്ച് സാറ്റിസ്ഫാക്ടറി. അത് നമ്മൾ പറയേണ്ടത് ഇപ്പം ഒരു ഫോളോ അപ്പ് പേഷ്യൻ്റ് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു നോൺ കേസ് പേഷ്യൻ്റ് ആണെങ്കിൽ നൗ യു ആർ വെരി ഫൈൻ എന്നുള്ള ആ ഒരു എക്സ്പ്രഷനാണ്. അതായത് നിങ്ങൾ ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ, അക്കോർഡിംഗ് ടു മൈ അസസ്മെൻറ്റ് യുവർ ഹെൽത്ത് സ്റ്റാറ്റസ് നൗ വെരി മച്ച് സാറ്റിസ്ഫാക്ടറി അല്ലെങ്കിൽ വെരി ഇംപ്രൂവിങ് ആയിട്ടുണ്ട് എന്നുള്ള ഒരു എക്സ്പ്രഷനാണ് യുവർ പ്രസൻറ്റ് സിറ്റുവേഷൻ ഈസ് വെരി മച്ച് സാറ്റിസ്ഫാക്ടറി. ഓക്കെ, സോ ദീസ് ആർ we need to use for encouraging your respective patient. Okay, next is gratitude expression for your patient. അതിപ്പോഴാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്നത്. എൻറ്റയർ നമ്മുടെ സ്പീക്കിംഗ് സെഷനിലെ കമ്മ്യൂണിക്കേഷനിലും പേഷ്യൻ്റ് നമ്മൾ ചോദിക്കുന്നതിനോടോ നമ്മൾ പറയുന്നതിനോടോ പേഷ്യൻ്റ് ഒരു നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുമ്പോൾ പേഷ്യൻ്റ് തരുന്ന ആ റെസ്പോൺസിന് വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രഷൻ കൊടുക്കണം. അങ്ങനെയാണ് നമ്മളൊരു ഗുഡ് കോൺവേഴ്സേഷൻ ലീഡ് ചെയ്യേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്നു, അദ്ദേഹം പറയുന്നു, നമ്മളങ്ങ് ജമ്പ് ചെയ്ത് അടുത്തൊരു ടാസ്കിലേക്ക് പോവല്ല. നമ്മൾ ചോദിക്കുമ്പോൾ അതിനോട് അദ്ദേഹം റെസ്പോണ്ട് ചെയ്യുന്നു, ആ ഒരു റെസ്പോൺസിന് നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്നു. ഓക്കെ, അതിനുവേണ്ടി യൂസ് ചെയ്യാവുന്ന ഫ്രേസസ് ആണ് താങ്ക് യു ഫോർ ടെല്ലിങ് മീ ദിസ്. നമ്മൾ എന്തെങ്കിലും ഒരു ഫൈൻഡ് ഔട്ട് ആൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, എന്താണ് ഇന്ന് വരാൻ കാര്യം, അല്ലെങ്കിൽ എന്തൊക്കെ മെഡിസിൻ എടുത്തിരുന്നു, നേരത്തെ എന്തെങ്കിലും സർജറി ചെയ്തിരുന്നു, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചോദിക്കുമ്പോൾ അതിനോട് പേഷ്യൻ്റ് ഒരു റെസ്പോൺസ് തന്നുകൊണ്ട് നിങ്ങൾക്ക് അതിനുള്ള ആൻസർ തരുവാണ്. അപ്പോൾ തന്നെ നിങ്ങൾ കൊടുക്കേണ്ട ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രഷനാണ് താങ്ക് യു ഫോർ ടെല്ലിങ് മീ ദിസ്. ഇതെന്നോട് പറഞ്ഞ് ഇൻഫോം ചെയ്തതിന് താങ്ക് യു കേട്ടോ എന്ന് പറയണം. നെക്സ്റ്റ്, താങ്ക് യു ഫോർ യുവർ റെസ്പോൺസ്. ഓക്കെ, ഞാൻ ചോദിച്ചതിനൊക്കെ നിങ്ങൾ താങ്ക് യു പറഞ്ഞല്ലോ, ഞാൻ ചോദിച്ചതിനൊക്കെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്തല്ലോ, നിങ്ങളുടെ ആ റെസ്പോണ്ടിനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു കേട്ടോ, അതിന് താങ്ക് യു ഉണ്ട് എന്ന് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുകയാണ്. ദെൻ നെക്സ്റ്റ് ഈസ് താങ്ക് യു ഫോർ ആക്സെപ്റ്റിംഗ് മൈ സജഷൻ. ഓക്കെ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുത്തപ്പോൾ ആ റെസ്പെക്റ്റീവ് പേഷ്യൻ്റ് നിങ്ങളോട് പറയുകയാണ്, ഓക്കെ സിസ്റ്റർ, ഞാൻ സ്ട്രിക്റ്റായിട്ട് നിങ്ങൾ പറഞ്ഞ കാര്യം ഫോളോ ചെയ്യും കേട്ടോ, ഞാനത് ഒബേ ചെയ്യും എന്ന് നിങ്ങളോടൊന്നൊരു എൻഷുറിങ് തരുമ്പോഴത്തേനും നിങ്ങൾ കൊടുക്കേണ്ടതാണ് താങ്ക് യു ഫോർ ആക്സെപ്റ്റിംഗ് മൈ സജഷൻ. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ആ ഒരു കോൺവെർസേഷന് വളരെ ആപ്റ്റായ രീതിയിൽ, ഇപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രഷൻ ഞാൻ പറഞ്ഞ എല്ലാം ഒരു സ്പീക്കിങ്ങിൽ പറയേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ റോൾ പ്ലേയിലെ ആ ഒരു ടോക്കിങ്ങിൽ ആപ്റ്റായ രീതിയിൽ മാത്രം അപ്ലൈ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഈസ് താങ്ക് യു ഫോർ യുവർ ഇൻഫർമേഷൻ.
നിങ്ങൾ ഇത്രയും ഇൻഫോം ചെയ്തു, ഞാൻ പറഞ്ഞതിനുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻഫോം ചെയ്തല്ലോ, അതിന് താങ്ക് യു. ഓക്കെ, താങ്ക് യു ഫോർ യുവർ ഇൻഫർമേഷൻ. ഓക്കെ, so that's about gratitude. And next is about conclude your conversation. Okay, regarding conclusion. So conclusion is very, very important session, right, for our speaking subtest, right? Until up to your last 5 minutes, you are going through all the tasks, and when you reach your 5 minutes, okay, your time up, or that time you need to start with your conclusion. നിങ്ങൾ എത്ര നേരം സംസാരിച്ച കാര്യത്തെ കൺക്ലൂഡ് ചെയ്യണം അല്ലേ? സോ അങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആവുന്ന കുറച്ച് ഫ്രേസസ് ആണ്. ഫസ്റ്റ് വൺ, please let me know if you have any additional questions. Please let me know if you have any additional questions. അതായത് നമ്മൾ ആ റോൾ പ്ലേയിൽ പറഞ്ഞിരിക്കുന്ന ടാസ്ക് എല്ലാം കവർ ചെയ്തു അല്ലേ? കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പറയാണ്, ഞാൻ പറഞ്ഞ കാര്യമൊക്കെ മനസ്സിലായോ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ എന്നുള്ള ആ ഒരു എക്സ്പ്രഷനാണ് പ്ലീസ് ലെറ്റ് മീ നോ ഇഫ് യു ഹാവ് എനി അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഓർ ക്വയറീസ്. ഓക്കെ, then query. Okay, then next is I am happy to listen at any time. I am happy to listen at any time. അതെപ്പോഴാണ് പറയേണ്ടത്? നമ്മൾ പറയാണ്, നമ്മൾ കുറേ ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം പറയുകയാണ്, ഓക്കെ, ഇഫ് യു നീഡ് എനിത്തിങ് യു ക്യാൻ കോൾ മീ അറ്റ് എനി ടൈം അല്ലേ? നിങ്ങൾ എപ്പോഴാണെങ്കിലും ഞങ്ങളിവിടെ നിങ്ങളുടെ സർവീസിന് വേണ്ടിയിട്ട് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഏത് ടൈമിലും നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കുക, ഞങ്ങൾ നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ അവൈലബിൾ ആണ് എന്നുള്ള ഒരു എക്സ്പ്രഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്രേസാണ് ഐ ആം ഹാപ്പി ടു ലിസൺ അറ്റ് എനി ടൈം. സോ എനി ടൈം യു ക്യാൻ കോൾ മീ ഇഫ് യു നീഡ് സംതിങ്. ഓക്കെ, then next is I hope I have clarified all your questions. I hope I have clarified all your questions. ഓക്കെ, നിങ്ങളുടെ സംശയങ്ങളും അല്ലെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ആവശ്യമുണ്ടായിരുന്നത് അറിയേണ്ടിയിരുന്നത് എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്നാണ് വിചാരിക്കുന്നത് എന്ന് പറയുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഇനി ആ ഒരു നിങ്ങളുടെ റെസ്പെക്റ്റീവ് പേഷ്യൻറ്റിന് എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അദ്ദേഹം അപ്പോൾ നിങ്ങളോട് ചോദിച്ചിരിക്കും. അപ്പോൾ അതിനുവേണ്ടിയുള്ളൊരു കൺക്ലൂഡിങ് ഫ്രേസാണ് ഐ ഹോപ്പ് ഐ ഹാവ് ക്ലാരിഫൈഡ് all your questions. Okay, next is have we discussed everything that you wanted? Once again, have we discussed everything that you wanted? നിങ്ങൾക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് എല്ലാം തന്നെ ഞാൻ പറഞ്ഞു തന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നുള്ള ആ ഒരു എക്സ്പ്രഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്കിങ്ങനെ പറയാം, ഹാവ് യു ഡിസ്കസ്ഡ് എവ്രിതിങ് ദാറ്റ് യു വാണ്ടഡ്. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ എന്ന് കൊടുക്കണം. അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു മോർ ക്ലിയറൻസ് ആവശ്യമുണ്ടെങ്കിൽ, ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹം അപ്പോൾ അത് ചോദിച്ചിരിക്കും. Clear? So these are some phrases for concluding your conversation during your speaking subtest. Okay. So today we discussed regarding some useful phrases for your OET speaking subtest. I hope you cleared with all these phrases, and thank you so much for watching my video, and see you in another video session.